അമിതമായ വേഗതയിൽ വാഹനം വന്നിടിച്ചതായിട്ടാണ് തോന്നുന്നത്. കാരണം വണ്ടിയുടെ ഡാമേജ് കണ്ടിട്ട്. അത് പക്ഷേ മനഃപൂർവ്വം ആകണമെന്നില്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ കൺട്രോൾ ഡ്രൈവർ നിന്ന് പോകും. ആ സമയത്ത് വണ്ടിയുടെ സ്പീഡ് ഒന്നാമത് അവിടെ നിന്ന് കൊണ്ടൊരു ഇറക്കം കൂടെ ഉണ്ട്, സ്പീഡ് കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്ത് വണ്ടിയുടെ സ്പീഡ് കൂടിയിട്ടുണ്ട്, വണ്ടി റോങ് സൈഡിൽ കാറ് കയറിയിട്ടുണ്ട്. അപ്പം പുള്ളിയുടെ കൺട്രോളിലായിരുന്നില്ല വാഹനം എന്നുള്ളത് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും. സാധ്യത വിദൂര സാധ്യതയാണ്. വാഹനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകൾ, പ്രത്യേകിച്ച് സ്റ്റിയറിങ്ങും ടയറുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും തകരാറോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, പ്രാഥമിക പരിശോധനയിൽ അങ്ങനെ വണ്ടിക്ക് ഡാമേജ് ഉള്ളതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി ഒരു ഡീറ്റെയിൽഡ് ഇൻസ്പെക്ഷൻ എന്തായാലും ഉണ്ടാവും. നമുക്ക് പ്രൈമറി ഒരു ഇൻസ്പെക്ഷനകത്ത് അങ്ങനെ വണ്ടിക്ക് ഡാമേജ് എന്നുള്ളതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നവംബർ 15 മുതലുള്ള ഒരു മാസ കാലയളവിലെ ആക്സിഡന്റിന്റെ കണക്ക് പരിശോധിച്ചാൽ കോന്നിക്കും കൂടലിനും ഇടയിൽ നിരന്തര അപകടങ്ങൾ ഒരുപാടുണ്ടായി. കഴിഞ്ഞ ഞായറാഴ്ച ഒരു വാഹനം മതിലിടിച്ച് കത്തിയ സംഭവം ഉണ്ടായി. ഇന്നലെ 6 പേർക്ക് പരിക്കേറ്റ മറ്റൊരു അപകടമുണ്ടായി. അപ്പോൾ ഈ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള റോഡ് നിർമ്മാണത്തിൽ അപാകതകൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? നിലവിൽ അങ്ങനെ ഒരു റോഡ് നിർമ്മാണത്തിൽ അപാകതയുള്ളതായിട്ട് തോന്നുന്നില്ല. എന്തായാലും അങ്ങനെ ഈ പറഞ്ഞ അനുസരിച്ചിട്ട് നമ്മളൊരു പുനഃപരിശോധന എന്തായാലും നടത്തും. മോട്ടോർ വാഹന വകുപ്പും പോലീസും NH വിഭാഗം കൂടെ ചേർന്നിട്ട് ഇതിനെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് കണ്ടെത്തും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മാറ്റം വരുത്തിയിരിക്കും. കാരണം നമുക്കിപ്പോൾ ഈ പലപ്പോഴും ബ്ലാക്ക് സ്പോട്ട് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ സ്ഥിരമായൊരു സ്ഥലം ഇല്ല. കാരണം ഈ ആൾക്കാർ ഉപയോഗിക്കുന്നവരുടെ ഇതുപോലെ ഇരിക്കും ആക്സിഡൻറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അപ്പം ഇവിടെ അങ്ങനെ റോഡിന് അപകടങ്ങളൊന്നും ഉള്ളതായിട്ട് ആരും പറഞ്ഞോ അല്ലെങ്കിൽ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്ന പക്ഷേ അതിന് തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടാകും. അത് മുമ്പ് സൂചിപ്പിച്ചിരുന്നു ഈ സ്പീഡ് ബ്രേക്കറുകൾ ഈ ഭാഗത്ത് അനുവദനീയമല്ല. അത് ബഹുമാനപ്പെട്ട കോടതി ഇവിടെ നിന്നല്ല, ഈ മെയിൻ റോഡുകളിൽ ഒരിടത്തും ഇന്ന് സ്പീഡ് ഗവർണർ ബമ്പുകൾ വെക്കാറില്ല. അതിൻ്റെ കാരണം ഇതാണ്, അടുത്ത് വന്ന് കാണുമ്പോൾ സണ്ണായിട്ട് ബ്രേക്ക് ചെയ്താൽ പുറകെ വരുന്ന വണ്ടി വന്നിട്ട് ഇടിച്ച് അങ്ങനെ ഒരു അപകടം അടൂരിൽ ഉണ്ടാകുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇത് വെക്കരുതെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നിലവിൽ ഒരു റോഡ് നിർമ്മാണ സമയത്തും ഇങ്ങനെയുള്ള ഹമ്പുകൾ വെക്കാറില്ല. കമ്പിൾ സ്റ്റോണുകൾ മാത്രമേ റോഡുകളിൽ ഇപ്പോൾ വെക്കാറുള്ളൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വകുപ്പ് തല തുടർ നടപടി എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് നമ്മൾ വാഹനം പരിശോധിക്കും. അതിന് കുറ്റക്കാരാണെന്ന് വെച്ചാൽ അവരുടെ എന്തായാലും നടപടി ഉണ്ട്. ആളൊക്കെ മരിച്ചെടുക്കാൻ എൻ്റെ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. നിലവിൽ ഈ അപകടത്തിൽ മരിച്ച ഡ്രൈവർ എന്നുള്ള ആളിനെ പ്രതിയാക്കിക്കൊണ്ടാണ് നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോലീസ്. ഓക്കെ, അങ്ങനെ അയാൾ പ്രതിയാണെങ്കിൽ അയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തല്ല ആരാണോ പോലീസ് പ്രതിയാക്കിയിരിക്കുന്നത് അവർക്കെതിരെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളാണ് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ വിശദീകരിക്കുന്നത്.